നമസ്കാരം. thebordrofamine.com എന്ന വെബ്സൈറ്റിലെ അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ കമന്ററി സീരീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ശ്രദ്ധ കൊടുക്കുന്നത് അജ്മലിന്റെ സ്റ്റേറ്റ്സ് ഓഫ് ദ മൈൻഡ് എന്ന ഒരു ബ്ലോഗ് പോസ്റ്റിലാണല്ലേ. അതിലെ ചില കാര്യങ്ങൾ, സാധാരണ അനുഭവങ്ങളെക്കുറിച്ചുള്ള ചില ചിന്തകൾ ശരിക്കും പറഞ്ഞാൽ വളരെ രസകരമായി തോന്നി. അതെ, ഈ പോസ്റ്റില് അജ്മല് പറയാൻ ശ്രമിക്കുന്നത് എന്താന്ന് വെച്ചാല്, നമ്മളെപ്പോഴും സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം മാത്രം നോക്കി പോകാതെ ഇപ്പോഴത്തെ അവസ്ഥ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അത് ചിലപ്പോൾ വിശപ്പായിരിക്കാം അല്ലെങ്കിൽ വേറെന്തെങ്കിലും, അതിനെ ഒന്ന് അറിയാനും അംഗീകരിക്കാനുമുള്ളൊരു ശ്രമമാണ് വേണ്ടതെന്നാണ്. അത് ശരിയാണ്. അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്, ഈ വിശപ്പും സംതൃപ്തിയും വെച്ചിട്ട്. അതായത് നല്ല വിശപ്പോടെ ഭക്ഷണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആ കിട്ടിക്കഴിയുന്ന ഭക്ഷണത്തിന് ഒരു പ്രത്യേക രുചിയാണ്, ഒരു സംതൃപ്തിയാണ്. അതെ. പക്ഷേ വയറ് നിറഞ്ഞിരിക്കുമ്പോൾ പിന്നെയും കഴിച്ചാൽ അതിനത്ര ഒരു സന്തോഷം കിട്ടില്ലല്ലോ. കറക്റ്റ്. അവിടെയാണ് അജ്മൽ ഒരു പ്രധാനപ്പെട്ട ആശയം കൊണ്ടുവരുന്നത്. സന്തോഷം എന്ന ആ ഒരു എൻഡ് പോയിന്റിൽ എത്തുന്നതിലല്ല കാര്യം, മറിച്ച് ആ യാത്രയില്, ആ പ്രതീക്ഷയില്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള അവസ്ഥയെ, അത് വിശപ്പാണെങ്കിൽ ആ വിശപ്പിനെ, അതിനെ പൂർണ്ണമായി അറിഞ്ഞ് അനുഭവിക്കുമ്പോഴാണ് ഒരുപക്ഷെ യഥാർത്ഥ സംതൃപ്തി കിട്ടുന്നത്. അപ്പോ ഈ ഇപ്പോഴത്തെ നിമിഷത്തിൽ ശ്രദ്ധിക്കുക, ശുഭാപ്തി വിശ്വാസം വെക്കുക എന്നൊക്കെ പറയുമ്പോ, അതെ, ആ ഒരു അവബോധം, ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ളൊരു ബോധ്യം, അങ്ങനെ ആവുമ്പോൾ കിട്ടുന്നൊരു സമാധാനം, അത് താൽക്കാലിക സന്തോഷങ്ങൾ തേടി പോകുന്ന പോലെ അല്ല, കുറച്ചും കൂടി ശാശ്വതമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഓർത്തു പോകുന്നത്, നമ്മുടെ ഡെയിലി ലൈഫിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ആസ്വദിക്കാനും ഈ പറയുന്ന സ്വയം അവബോധം എത്രത്തോളം നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്, അല്ലേ? സന്തോഷങ്ങൾ മിസ് ചെയ്യാറുണ്ട്. അജ്മലിന്റെ ഈ ചിന്ത അത്തരം ലളിതമായ അനുഭവങ്ങളെ തള്ളിക്കളയാതെ അതിനെ ശരിക്കും ഒന്ന് അനുഭവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഈ ബ്ലോഗ് പോസ്റ്റ് പോലെ തന്നെയാണ് thebordrofamine.com എന്ന വെബ്സൈറ്റ് മൊത്തത്തിലല്ലേ, ഒരു പ്രത്യേക ഫീലാണതിന്. ശരിയാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടില് ഈ മനസ്സിന്റെ അതിര്, അല്ലെങ്കിൽ ദ ബോർഡർ ഓഫ് ദ മൈൻഡ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളിൽ തന്നെയുള്ള ആ ഒരു അതിരുകളില്ലാത്ത ലോകം, നമ്മുടെ ജിജ്ഞാസ, അത്ഭുതം, അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള, ആഘോഷിക്കാനുള്ള ഒരു സ്ഥലമാണ്. ഇത് വർഷങ്ങളായിട്ട് അദ്ദേഹം സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തൊരു പ്ലാറ്റ്ഫോമാണ്. അദ്ദേഹത്തിന്റെ ചിന്തകൾ ചിലപ്പോൾ എഴുത്തായിട്ട് വരും, അല്ലെങ്കിൽ കലാരൂപങ്ങളായിട്ട്, ചിലപ്പോൾ ഫോട്ടോകളായിട്ട്, അങ്ങനെ ഒരു ശേഖരം കൂടിയാണ് ആ സൈറ്റ്. അതെ, കല, പിന്നെ പാഷൻ, ജീവിതം, സ്വയം കണ്ടെത്തൽ, അങ്ങനെയുള്ള വിഷയങ്ങളിലാണ് അദ്ദേഹം കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു വെറും ബ്ലോഗ് എന്നതിനേക്കാൾ കലയും ചിന്തയും ഒത്തുചേരുന്നൊരു സ്പേസാണ്. ഈ സ്റ്റേറ്റ്സ് ഓഫ് ദ മൈൻഡ് പോലെയുള്ള ചിന്തകൾ അതിന്റെ ഭാഗമാണ്. അപ്പോ അജ്മലിന്റെ ഈ ചിന്തകളും കലയുമൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ thebordrofamine.com എന്ന വെബ്സൈറ്റ് ഒന്ന് പോയി നോക്കുന്നത് എന്തായാലും നന്നായിരിക്കും. ഞങ്ങളത് തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്നു. അവിടെ അദ്ദേഹത്തിന്റെ കൂടുതൽ എഴുത്തുകൾ, പിന്നെ ആർട്ടുകൾ, ഫോട്ടോഗ്രാഫിയൊക്കെ കാണാം. അതുപോലെ ഈ ചിന്തകളുമായി ബന്ധപ്പെട്ട് ചില പോഡ്കാസ്റ്റുകളും അവിടെയുണ്ട് കേട്ടോ. തീർച്ചയായും. അപ്പോ അജ്മലിന്റെ മറ്റെഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ചകളുമായിട്ട് ഈ കമന്ററി സീരീസിന്റെ അടുത്ത ഭാഗങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കും ഇതൊന്ന് ആലോചിച്ചു നോക്കാം. യഥാർത്ഥ സംതൃപ്തി എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷം തേടിപ്പിടിക്കുന്നതിലാണോ, അതോ ഇപ്പോൾ നമ്മൾ എവിടെയാണോ, എന്താണോ അതിനെ ശരിക്കും അറിയുന്നതിലും അനുഭവിക്കുന്നതിലുമാണ് കൂടുതലുള്ളത്? ഒരു നല്ല ചിന്തയാണ്.